ഹായ്, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തവ നാനാണ്. ഈ നാൻ ഞാൻ തവയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു നാനാണ്. ഇത് ഞാൻ ചിക്കൻ കറായിയുടെ കൂടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ നാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ നാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 250 ml കപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും രണ്ടാണ് കേട്ടോ. ഇത് ബൈകാർബണേറ്റ് ഓഫ് സോഡയാണ്, മറ്റേത് ബേക്കിംഗ് പൗഡറുമാണ്. ഈ സോഡാപ്പൊടി വന്നിട്ട് 1/4 ടീസ്പൂൺ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കത്തുള്ളൂ. ഇത് ഇത്രയും കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1/2 കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഓയിലും ചേർത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത ശേഷം അധികം പുളിപ്പില്ലാത്ത തൈര് ഇതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. ചൂടുവെള്ളം ഓവറായി പോകരുത്, ഇളം ചൂടുവെള്ളം വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടി എടുക്കേണ്ടത്. ഞാനിവിടെ ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് ചൂടുവെള്ളം പോലും എടുത്തിട്ടില്ല. 1/4 കപ്പിൽ താഴെയാണ് ചൂടുവെള്ളം എടുത്തിരിക്കുന്നത്. ഇത്രയും മതിയാകും. ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ ഈ പാത്രം മൂടി മാറ്റി വെക്കും. അരമണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഞാൻ നാൻ തയ്യാറാക്കുന്നത്. ഇതിവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുഴച്ചെടുത്തിട്ട് അരമണിക്കൂർ ഇതുപോലെ വെച്ചാൽ മതിയാകും. വീണ്ടും ഇതൊന്ന് കുഴച്ചു കൊടുക്കാം. ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് മൈദാമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മൈദാമാവിൽ ഈ മാവ് ഒന്ന് കോട്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ പരത്തിയെടുക്കാൻ പോകുന്നത്. ഇത് കുറച്ച് സ്റ്റിക്കി പരുവത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് മൈദാമാവ് എടുത്ത് ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത്രയും മതിയാകും. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു വലിപ്പത്തിൽ എടുത്താൽ മതിയാകും. ഈ ഒരളവിൽ നമുക്ക് 5 നാന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഓരോന്നും എടുത്ത് പരത്തിയെടുക്കാം. ടേബിൾ കൗണ്ടർ നന്നായിട്ട് തുടച്ചിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന മാവ് ഒന്ന് പരത്തിയിട്ട് ഈ മൈദാമാവിലേക്ക് വെച്ച് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല, ഒരുപാട് കട്ടിയും പാടില്ല. ഞാൻ എപ്പോഴും നമ്മൾ ഓവൽ ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. റൗണ്ടിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം. പക്ഷെ നാൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ ഭംഗി, നാൻ നമ്മൾ പറയുമ്പോൾ ഈ ഓവൽ ഷേപ്പിലെ നാനാണ് നമ്മളുടെ മനസ്സിൽ വരുന്നത്. കണ്ടോ? ഇത്രയും മതിയാകും. ഈ ഇരിക്കുന്ന മാവെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ട് ഈ നാന് തവയിൽ വെച്ച് ചുട്ടെടുക്കാം. ഈ നാൻ നമ്മൾ തവയിൽ ചുട്ടെടുക്കുന്നതിന് മുൻപ് നമ്മൾ തവ നന്നായിട്ട് ചൂടാക്കിയിരിക്കണം. ചൂടായ തവയിലേക്ക് നാൻ ഇങ്ങനെ കയ്യിലെടുത്ത ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ നാനിൻ്റെ ഒരു വശത്തേക്കൊന്ന് തേച്ച് കൊടുക്കാം. ഇത് തവയിൽ സ്റ്റിക്കായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒരു വശത്തേക്ക് ഈ വെള്ളം നനച്ചു കൊടുക്കുന്നത്. ഇനി ഇത് ചൂടായ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഒരു വശം നനച്ച് വെച്ച മാവ് ഈ നനവുള്ള ഭാഗം തവയിൽ വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കേണ്ടത്.
നമ്മൾ തവയിലേക്ക് വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്ക് കണ്ടോ ഇതുപോലെ ബബിൾസ് വരും. ഈ ബബിൾസ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ തവയൊന്ന് തിരിച്ചു വെച്ചു കൊടുക്കും ഈ ഫ്ലെയിമിലേക്ക് ഡയറക്റ്റ് വെച്ച ശേഷം നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് തിരിച്ചു വെച്ചു കൊടുക്കാം. ഒരുപാട് ക്ലോസ് ചെയ്ത് വെക്കരുത്. ഒരുപാട് നമ്മളിത് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലെയിം ഡയറക്റ്റ് അതിൽ കൊണ്ടിട്ട് കരിഞ്ഞു പോകും. അപ്പൊ കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുക്കേണ്ടത്. ഇതുകൊണ്ടാണ് നമ്മൾ നോൺ സ്റ്റിക് പാൻ ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. നോൺ സ്റ്റിക് പാൻ ആണെങ്കിൽ ഇപ്പൊ ഇതിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോകും. അപ്പൊ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇരുമ്പിന്റെ പാന് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. കണ്ടോ ബബിൾസ് ഒക്കെ വലുതായി വരുന്നത്. നമ്മളിങ്ങനെ പാൻ ഒന്ന് ചുറ്റിച്ച് വെച്ചു കൊടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിന്റെ അടിഭാഗം ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഇതാണ് ഇതിന്റെ അടിഭാഗം. ഒട്ടും കരിയുകയോ അടിക്ക് പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ ഞാനിവിടെ തയ്യാറായിരിക്കുകയാണ്. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബാക്കി പരത്തി വെച്ചിരിക്കുന്ന മാവും നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് ഞാൻ ചുട്ടെടുക്കാം. നമ്മൾ ഈ അടുത്ത നാൻ വയ്ക്കുന്നതിന് മുൻപ് ഈ തവയൊന്ന് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചൊന്ന് കുടഞ്ഞു കൊടുക്കണം. ഒരു സൈഡിൽ ഇതുപോലെ വെള്ളം നനച്ചിട്ട് വേണം ഈ വെള്ളം നനഞ്ഞ ഭാഗം ഈ പാനിലേക്ക് വെച്ചു കൊടുക്കാം. ഇതിങ്ങനെ ബബിൾസ് വരുമ്പോഴേക്കും നമുക്ക് ഈ പാൻ ഒന്ന് ഇതുപോലെ ഒന്ന് ആ ചൂട് കിട്ടത്തക്ക രീതിയിലൊന്ന് തിരിച്ചൊക്കെ വെച്ചു കൊടുക്കണം. അതായത് ഒന്ന് നീക്കി വെച്ചു കൊടുക്കണം. ഗ്യാസ് ആയതുകൊണ്ട് തന്നെ ആ ഫ്ലെയിം കിട്ടുന്നതിന് ഒരു പരിധി ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾക്ക് അറിയാൻ പറ്റും. അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഈ പാനിനെ ഒന്ന് നീക്കി കൊടുക്കണം. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ എല്ലായിടത്തും നമുക്ക് ഇതുപോലെ ബബിൾസ് കിട്ടത്തില്ല. ആ ചൂട് കിട്ടുന്ന ഭാഗത്ത് മാത്രമേ ബബിൾസ് കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾക്ക് ഈ ബർണർ ഇരിക്കുന്നതിൻ്റെ എൻഡ് ഭാഗത്തൊന്നും ചൂട് കിട്ടത്തില്ല. അപ്പം നമ്മൾ ഇതുപോലെ ഒരു സൈഡിൽ ബബിൾസ് വന്നു കഴിയുമ്പോഴേക്ക് ഇതുപോലെ ഒന്ന് നീക്കി ഈ ഭാഗത്തും ചൂട് കിട്ടത്തക്ക രീതിയിലൊന്ന് വെച്ചു കൊടുക്കണം. തവ നാൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഞാൻ ചിക്കൻ കറായിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. കണ്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു നാനാണിത്. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.